മുറിക്കപ്പെടുന്ന വചനമാണ് മുറിവുള്ള ജീവിതങ്ങളുടെ ഔഷധം. വിശുദ്ധനായ ലൂക്കോസ് വേറിട്ട ഒരു ശബ്ദമാകുകയാണ്. 12 ശ്ലീഹന്മാരുടെ തെരഞ്ഞെടുപ്പിന് പിന്നിൽ ക്രിസ്തുവിന്റെ നേരം വെളുക്കുവോളമുള്ള പ്രാർത്ഥനയുടെ ശക്തിയുണ്ടായിരുന്നു. പ്രാർത്ഥന ശക്തി സംഭരിക്കുന്നതിന്റെ ഉപാധിയാണ്. അത് ദൈവത്തിലേക്ക് ആരോഹണം ചെയ്യുവാനുള്ള മാർഗമാണ്. ദുഃഖവും ഭാരവും ദുഷിപ്പുകളും ഒക്കെ ഈ വേലയുടെ ഭാഗമാണ്. രോഗികളുടെ സൗഖ്യവും ദുഃഖിതരുടെ ആശ്വാസവും ആകുകയാണ് നമ്മുടെ വിളിയുടെ ഉദ്ദേശം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള വേദഭാഗമാണ് ശുദ്ധിമാന്മാരായ ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസത്തിലെ ചിന്തയ്ക്കായി പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. 12 ശ്ലീഹന്മാരുടെ തെരഞ്ഞെടുപ്പാണ് ഈ വേദഭാഗത്തിന്റെ പ്രധാന പ്രമേയം. ഇതിനെ 3 ഭാഗങ്ങളായി തിരിക്കാം. മലയിലേക്ക് കയറി പ്രാർത്ഥിക്കുന്ന ക്രിസ്തു. രണ്ടാമതായി, മലയിറങ്ങി വചന ശുശ്രൂഷയും സൗഖ്യദാന ശുശ്രൂഷയും നിർവഹിക്കുന്ന ക്രിസ്തു. മൂന്നാമതായി, ഭാഗ്യവർണ്ണനകൾ നൽകുന്ന ക്രിസ്തു. ക്രിസ്തുവിന്റെ പ്രാർത്ഥനയോടെയാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പ്രാർത്ഥനകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു സുവിശേഷമാണ്. ധൂപമർപ്പിക്കുന്ന സക്രിയ പുരോഹിതനെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ജനക്കൂട്ടത്തെയും അവതരിപ്പിച്ചുകൊണ്ടാണ് 1-ാം അധ്യായം ആരംഭിക്കുന്നത്. 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. സുവിശേഷം അവസാനിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം മഹാവലിയ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ദേവാലയത്തിൽ കഴിയുന്ന ശിഷ്യന്മാരുടെ ചിത്രത്തോടെയാണ്. 24-ാം അധ്യായം 52-53 വാക്യങ്ങൾ. എല്ലാവരിൽ നിന്നും മാറി തനിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ വിശുദ്ധനായ ലൂക്കോസ് തന്റെ സുവിശേഷങ്ങളിൽ നിരവധി തവണ അവതരിപ്പിക്കുന്നു. 5-ാം അധ്യായം 16-ാമത്തെ വാക്യം, 6-ാം അധ്യായം 12-ാമത്തെ വാക്യം, 9-ാം അധ്യായം 18-ാമത്തെ വാക്യം, 11-ാം അധ്യായം 1-ാം വാക്യം ഇതിന് ഉദാഹരണങ്ങളാണ്. സ്നാപക യോഹന്നാന്റെ കൈയാൽ മാമോദിസ സ്വീകരിക്കുന്ന ക്രിസ്തു പ്രാർത്ഥിക്കുന്നതായിട്ട് വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ ആദ്യ പ്രാർത്ഥനയായി ലൂക്കോസ് ഇതിനെ രേഖപ്പെടുത്തുന്നു. മല കയറുന്ന ക്രിസ്തു ഈ സുവിശേഷത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ്. ക്രിസ്തു മല കയറി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു മല കയറി പ്രാർത്ഥിക്കുന്ന 4 സന്ദർഭങ്ങളാണ് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, 12 ശ്ലീഹന്മാരുടെ നിയോഗത്തിന് മുമ്പായി ക്രിസ്തു മല കയറി പ്രാർത്ഥിക്കുന്നു. 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. രൂപാന്തരീകരണത്തിന് മുമ്പായി ശമോനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി താബോർ മലയിൽ പ്രാർത്ഥിക്കുന്നു. 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. പെസഹായ്ക്കു ശേഷം ഒലിവ് മലയിൽ ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. 22-ാം അധ്യായം 39-ാം വാക്യം. ഗോകുൽത്ത മലയിൽ വെച്ച് കുരിശുമരണത്തിന്റെ സന്ദർഭത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നു. 23-ാം അധ്യായം 34-46 വാക്യങ്ങൾ. ഒലിവ് മലയിലെയും താബോറിലെയും അവന്റെ പ്രാർത്ഥനകൾ
അവൻ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയും മാത്രമേ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒലിവ് മലയിൽ അവൻ പ്രാർത്ഥിച്ചത്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഗോകുൽത്ത മലയിൽ ആദ്യത്തെ പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. രണ്ടാമതായി, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് അത്യുച്ചത്തിൽ പ്രാർത്ഥിച്ചു. 12 ശിഷ്യന്മാരുടെ നിയോഗത്തിന് മുമ്പായി മല കയറി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെയാണ് 6-ാം അധ്യായം 12 അവതരിപ്പിക്കുന്നത്. യേശു തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അധികാരം നൽകിയെന്ന് വിശുദ്ധ മത്തായിയും താൻ മലയിൽ കയറി തനിക്കിഷ്ടമുള്ളവരെ വിളിച്ചു എന്ന് വിശുദ്ധ മർക്കോസും രേഖപ്പെടുത്തുമ്പോൾ വിശുദ്ധനായ ലൂക്കോസ് വേറിട്ട ഒരു ശബ്ദമാകുകയാണ്. മറ്റ് 2 സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, യേശു പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയി നേരം വെളുക്കുവോളം താൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ കഴിച്ചു. പ്രഭാതമായപ്പോൾ താൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു. 12 ശ്ലീഹന്മാരുടെ തെരഞ്ഞെടുപ്പിന് പിന്നിൽ ക്രിസ്തുവിന്റെ നേരം വെളുക്കുവോളമുള്ള പ്രാർത്ഥനയുടെ ശക്തിയുണ്ടായിരുന്നു. 12 ശ്ലീഹന്മാരുടെ നിയോഗ ശുശ്രൂഷയിൽ 5 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1. പ്രാർത്ഥന. 2. തിരഞ്ഞെടുപ്പ്. 3. വിളി. 4. സ്ലിഹ എന്ന പേർവിളി. 5. നിയോഗം. ക്രിസ്തു അവരെ സ്ലീഹന്മാർ എന്ന് പേർ വിളിച്ചു എന്നാണ് വിശുദ്ധ ലൂക്കോസ് പറയുന്നത്. ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സവിശേഷതയുമാണ്. ഒരു മലയിറക്കമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചത്. എന്തിനായി അവർ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് വിശുദ്ധ ലൂക്കോസ് പറയുന്നില്ല. മറിച്ച് ഗുരു അവരുടെ നിയോഗം, ആ നിയോഗത്തിന്റെ ഉദ്ദേശം തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു. മലയിലെ പ്രാർത്ഥനയും സമതലത്തെ വചന ശുശ്രൂഷയും സൗഖ്യദാന ശുശ്രൂഷയും ചേർന്നതാണ് ശ്ലൈഹിക ശുശ്രൂഷ. ഇത് പരസ്പരം പൂരകങ്ങളാണ്. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കുവാൻ ശക്തി ആർജിക്കൽ ഏറ്റവും ആവശ്യമാണ്. പ്രാർത്ഥന ശക്തി സംഭരിക്കുന്നതിന്റെ ഉപാധിയാണ്. അത് ദൈവത്തിലേക്ക് ആരോഹണം ചെയ്യുവാനുള്ള മാർഗമാണ്. ദൈവവുമായുള്ള മനസ്സിന്റെ സംസർഗമാണ് പ്രാർത്ഥന. ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് അനുവർത്തിക്കുവാനുള്ള വിളിയാണ് നമുക്കുള്ളത്. അവന്റെ മലയിറക്കം പങ്കിടലിന്റെ അതിശ്രേഷ്ഠ മാതൃക നൽകുന്നു. അവൻ മലയിറങ്ങിയത് വചനം പങ്കിടുന്നതിനായിരുന്നു. വലിയൊരു ജനസംഘം ക്രിസ്തുവിനെ പ്രതീക്ഷിച്ച് സമതലത്ത് ഉണ്ടായിരുന്നു. അവരുടെ പ്രഥമ ഉദ്ദേശം ക്രിസ്തുവിന്റെ വചനം കേൾക്കുക എന്നതായിരുന്നു. മുറിക്കപ്പെടുന്ന വചനമാണ് മുറിവുള്ള ജീവിതങ്ങളുടെ ഔഷധം. രണ്ടാമതായി, ജനസംഘം രോഗങ്ങളുടെ സൗഖ്യത്തിനായി യേശുവിന്റെ അടുക്കൽ വന്നു. ശ്ലീഹന്മാരെ പാപരോഗങ്ങളുടെ വൈദ്യന്മാർ എന്നാണ് പരിശുദ്ധ സഭ വിശേഷിപ്പിക്കുന്നത്.
രോഗികളുടെ സൗഖ്യവും ദുഃഖിതരുടെ ആശ്വാസവും ആകുകയാണ് നമ്മുടെ വിളിയുടെ ഉദ്ദേശം. അതിശ്രേഷ്ഠ നിയോഗത്തിലേക്ക് വിളിക്കപ്പെട്ടവർക്ക് ഭാഗ്യവർണ്ണനകളുടെ ശക്തീകരണം ക്രിസ്തു നൽകുന്നു. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഭാഗ്യവർണ്ണനകളാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഭാഗ്യവർണ്ണന ശിഷ്യന്മാർക്ക് നൽകുന്നു. ശിഷ്യന്മാരുടെ മേൽ ദൃഷ്ടി ഉയർത്തി അവൻ പറഞ്ഞു എന്നാണ് വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 4 ഭാഗ്യ അവസ്ഥകൾ മാത്രമേ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നുള്ളൂ. ദരിദ്രരായ നിങ്ങൾക്ക് ഭാഗ്യവാന്മാർ, വിശക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിന്ദിക്കുകയും ദുഷ്പേര് പരത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഭാഗ്യവർണ്ണനകൾ നിയോഗാനന്തര അവരുടെ ശുശ്രൂഷാ മേഖലകളിൽ അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി കാണാം. ദുഃഖവും ഭാരവും ദുഷിപ്പുകളും ഒക്കെ ഈ വേലയുടെ ഭാഗമാണ്. ഭൂമിയുടെ അറ്റത്തോളം മശിഹായുടെ അവതാരത്തെ അറിയിച്ച ശ്ലീഹന്മാരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. അവരുടെ പരിശുദ്ധ പ്രാർത്ഥനയാൽ നമുക്ക് കരുണ പ്രാപിക്കുവാൻ ഇടയാക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.